ഒരു ഗ്രാമത്തിൽ ഒരു കർഷകന് കഷ്ടപ്പാടോടെ ജീവിച്ചിരുന്നു. അവന് 2 മക്കളുണ്ടായിരുന്നു. കർഷകന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ അവന്റെ മക്കള് 2 പേരും അലംഭാവികളായിരുന്നു. ഒന്നും ചെയ്യാതെ വീട് ചുറ്റി അകത്തിരിക്കും. കർഷകന് പലതവണ അവരെ വിളിച്ചു ഓർമ്മിപ്പിക്കും അവരുടെ ജീവിതത്തെക്കുറിച്ച്. മക്കളെ, ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അധ്വാനം ചെയ്യണം. അച്ഛൻ എത്ര പറഞ്ഞിട്ടും അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. കാലക്രമേണ കർഷകന് വയസ്സായി. ആരോഗ്യം ഇടയ്ക്കിടെ തെറ്റിക്കൊണ്ടിരുന്നു. അവന് ചിന്തിച്ചു, എനിക്ക് ശേഷം ഇവിടുത്തെ മക്കൾ എങ്ങനെ ജീവിക്കും? ഈ ചിന്ത അവനെ ഏറെ വിഷമിപ്പിച്ചു. ഒരു ദിവസം അവന് ഒരു ബുദ്ധി തോന്നി മക്കളെ വിളിച്ചു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു: എന്റെ ജീവിതത്തേക്കാൾ വിലയേറിയ ഒരു നിധി ഞാൻ നമുക്കുള്ള പറമ്പിലൊരിടത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ശേഷം നിങ്ങൾ ആ പറമ്പ് മുഴുവൻ ഒറ്റയടിക്ക് പൊക്കി നോക്കൂ. അവിടെ നിങ്ങളുടെ ഭാവി സൂക്ഷിച്ചിരിക്കുന്നു. മക്കൾ അത്ഭുതപ്പെട്ടു. കുറച്ചു സ്വാർത്ഥയും തോന്നി. ഇനി അതും കിട്ടിയാല് ജോലിയൊന്നും വേണ്ട, ഊണും ഉറക്കവും മാത്രം എന്ന് ആലോചിച്ചു. ചില ദിവസങ്ങൾക്കകം കർഷകൻ മരിച്ചു. മക്കൾ അയാളുടെ വാക്ക് ഓർത്തെടുത്തു. പറമ്പ് മുഴുവൻ ഉഴുതു. പകലും രാത്രി ശ്രമിച്ചെങ്കിലും ഒരുപാട് വെള്ളം പോലും കണ്ടില്ല. ഒന്നുമില്ലേ? അവർ സംശയിച്ചു. വൃത്തിയാക്കിയ പറമ്പിനൊപ്പം അവരുടെ ശാരീരിക അവസ്ഥയും തളർന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു വയോധികന് അവരരികെ വന്നു. ഇങ്ങനെ പറഞ്ഞു: മക്കളെ, നിങ്ങളുടെ അച്ഛന് എപ്പോഴും സത്യമാണ് പറഞ്ഞിരുന്നത്. നിധി കാണാതെ പോയത് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മെച്ചപ്പെട്ട ഒരുപാട് വളം ചേർന്ന ഒരു പറമ്പുണ്ട്. അതിൽ വിത്ത് വിതറിയാൽ കായ്കളുണ്ടാകും. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ 2 പേർക്കും ഒരു ആശയം തോന്നി. അവർ വിത്തുകൾ വിതറി. കുറച്ച് ആഴ്ചക്കുള്ളിൽ പച്ചപ്പിന് കാഴ്ച നല്ല വിളവും ലഭിച്ചു. നല്ല വരുമാനം കിട്ടി. അതിനൊപ്പം അവരുടെ മടിയും മാറി. അന്നുമുതൽ ഇരുവരും കഠിനാധ്വാനികളായി മാറി. ദിവസവും വയലിൽ ജോലി ചെയ്തു, ഭവനം പണിതു, വളർത്തുമൃഗങ്ങൾ വാങ്ങി. ഗ്രാമത്തിലെ ഉദാത്ത കർഷകരായി മാറി. പാഠം: അധികം വിലയുള്ള നിധിയാണ് കഠിനാധ്വാനം. അതിന്റെ പ്രതിഫലമാകുന്നു സഫലമായ ജീവിതം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.